കണ്ണൂരുകാരുടെയും കോഴിക്കോടുകാരുടെയും സ്വകാര്യ അഹങ്കാരം. നമ്മുടെ സ്വന്തം കായ്പോള. ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇത് ഉണ്ടാക്കാൻ വൈകിപ്പോയ ആൾ ഞാനാണെന്ന് തോന്നുന്നുണ്ട്. ഈ അടുത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായ്പോള ഞാൻ കഴിച്ചത്. അങ്ങനെ ഇത് കഴിക്കാറും ഉണ്ടായിരുന്നില്ല, ഉണ്ടാക്കാറും ഉണ്ടായിരുന്നില്ല. നമ്മൾ കണ്ണൂരിലൊക്കെ പോകുന്ന സമയത്ത് ആദ്യം നോക്കുക കല്ലുമ്മക്കായ. എനിക്കിഷ്ടവും കല്ലുമ്മക്കായാണ് കേട്ടോ. അങ്ങനെ ഇത് എവിടെന്നോ ഓർമ്മ കിട്ടുന്നില്ല, എവിടെന്നോ ഒന്ന് കഴിച്ച്. പക്ഷേ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചായക്കടിയായിട്ട് ഉണ്ടാക്കലുണ്ട്. അത്രയ്ക്കും ടേസ്റ്റാണ്. അങ്ങനെ പെട്ടെന്നൊന്നും മടുക്കില്ല. അപ്പം ഞാൻ ഇതിലേക്കൊരു പാൻ ചൂടാക്കിയിട്ട് നെയ്യ് ഒഴിച്ച് നമ്മൾ 2 നേന്ത്രപ്പഴം ഇതേപോലെ മുറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക നെയ്യിൽ. പിന്നെ വേറൊരു പാത്രത്തിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് 4 ഏലക്കയുടെ കുരു അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പണ്ടൊക്കെ ഇത് സൽക്കാരത്തിനും ഒക്കെ ഉണ്ടാക്കലുണ്ട്, ഇപ്പോഴും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ച ആ മുട്ട മിക്സിയിലേക്ക് നമ്മൾ നേരത്തെ മുരിച്ചെടുത്ത പഴം ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പഴം നന്നായി തണുത്തതിന് ശേഷം വേണം മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് പഴവും മുട്ടയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ണൂർ, തലശ്ശേരി ആടെയൊക്കെ പോകുന്ന സമയത്ത് ബേക്കറിയിൽ കാണലുണ്ട്. അപ്പോൾ വിചാരിക്കലുണ്ടേനും ഇത് വാങ്ങിക്കണമെന്ന്. പക്ഷെ മധുര ഇത് കാരണം കൊണ്ട് അധികം അങ്ങനെ വാങ്ങിക്കലില്ലേനും. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ നെയ്യിൽ വറുത്തത് ഇട്ട് കൊടുക്കാം. ഞാൻ മുന്തിരിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ പാനിൽ വെച്ചിട്ട് മൊരിച്ചെടുക്കാം. ഞാൻ ആ ദോശക്കല്ലിൽ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കാണാനും കഴിക്കാനൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ, മറക്കല്ലേ.